നമസ്കാരം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ടോപ്പിക്ക് വളരെ പ്രധാനമുള്ളൊരു ടോപ്പിക്കാണ്. റിട്ടയർമെൻറ്റിന് ശേഷം അല്ലെങ്കിൽ ഒരു 60 വയസ്സിനൊക്കെ ശേഷം എങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ പ്ലാൻ ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഇത് കുറച്ച് ചിലപ്പോൾ ഒരു ലെങ്തി വീഡിയോ ആയി എന്ന് വരാം, പക്ഷേ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ള ടോപ്പിക്കാണ് ഇത്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ എത്തിച്ചേരാൻ പോകുന്ന ഒരു കാര്യത്തിലേക്കാണ് ഈ പറയണത്. 60 വയസ്സിന് ശേഷമുള്ള ഫിനാൻഷ്യൽ പ്ലാനിങ്. എല്ലാവരും അവരുടെ നല്ല പ്രായത്തിൽ, അതായത് 30, 40, 50 വയസ്സുകളിലൊക്കെ വെൽത്ത് അക്യുമുലേഷൻ, അതായത് മാക്സിമം പണം സമ്പാദിക്കുക എന്ന് പറയുന്ന ഒരു തരത്തിലാണ് അവരുടെ ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ നമ്മുടെ സമ്പാദ്യ ശീലങ്ങൾ ഉണ്ടായിട്ടുണ്ടാവുക. പക്ഷേ 60ാമത്തെ വയസ്സിൽ ശ്രദ്ധിക്കുക, എൻറ്റയർലി ഡിഫറൻ്റ് ആയ ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ ഒരിക്കലും വീണ്ടും പണം സമ്പാദിക്കുക എന്ന് പറയുന്ന കാര്യത്തിന് പകരം നിലവിൽ ഉണ്ടാക്കി വെച്ച സമ്പാദ്യത്തിനെ സംരക്ഷിക്കുക എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഈ പ്രായത്തിൽ നമ്മൾ തുടങ്ങേണ്ടത്. വെൽത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ, വെൽത്തിനെ പ്രിസർവ് ചെയ്യാനാണ് നമ്മൾ ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ടത്. ഒരു കാരണവശാലും നമ്മൾ വീണ്ടും വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങളല്ല നമ്മൾ ചെയ്യേണ്ടത്. വെൽത്ത് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ നമ്മുടെ ഇൻകത്തിന് നമ്മളൊരു സ്റ്റെബിലിറ്റി ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു കാര്യം കൂടി വളരെ പ്രധാനമാണ് ഈ ഒരു കാലഘട്ടത്തിൽ. അതിൻ്റെ കൂടെ തന്നെ ലെഗസി പ്ലാനിങ്ങും കൂടി നമ്മളൊന്ന് പ്ലാൻ ചെയ്യുക. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഇൻകം, മന്ത്ലി ഇൻകം നമ്മൾ സ്റ്റഡി ആയിട്ട് ഒരു വരുമാനം, നിശ്ചിത വരുമാനം വരുന്ന രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നമുക്ക് പല കാര്യങ്ങളും ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ FDയിലുള്ള വരുമാനങ്ങൾ, സേവിങ്സിലുള്ള വരുമാനങ്ങൾ, ഇതൊക്കെ നമുക്ക് ഇൻകമായി മാറുന്ന രീതിയിൽ നമുക്ക് നമ്മുടെ വരുമാനത്തിനെ കൊണ്ടുപോകാം. അതുപോലെ തന്നെ നമുക്കൊരു റെൻ്റൽ ഇൻകം ഉണ്ടെങ്കിൽ അത്, മ്യൂച്വൽ ഫണ്ടുകളിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ ആ കോർപ്പസ് നമ്മൾ വിഡ്രോവൽ സിസ്റ്റമാറ്റിക് ആയിട്ട് എവറി മന്ത് നമുക്ക് വരുമാനം കിട്ടുന്ന രീതിയിലുള്ള ഒരു വിഡ്രോവലിനെ SWP പോലെയുള്ള പ്ലാനിലേക്കുള്ള ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. എമർജൻസി ഫണ്ട് ഉണ്ടാക്കേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. എമർജൻസി ഫണ്ട് എന്ന് പറയുമ്പോൾ നമുക്കത് പ്രത്യേകിച്ച് ഒരു കാര്യം ചെയ്യേണ്ടത്, ആ ഫണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ഷെയർ മാർക്കറ്റിലോ ഇക്വിറ്റിയിലോ പോലെയുള്ള സംഭവങ്ങളിലല്ല ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. എമർജൻസി ഫണ്ട് ഒന്നുകിൽ സേവിങ്സ് അക്കൗണ്ടിൽ കീപ്പ് ചെയ്യുക, അല്ലെങ്കിൽ FD ആയിട്ട് കീപ്പ് ചെയ്യുക, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ചെയ്യണമെന്ന് താല്പര്യമുള്ള ആൾക്കാർക്ക് ലിക്വിഡ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകൾ മാത്രം ചൂസ് ചെയ്യുക. എപ്പോൾ വേണമെങ്കിലും കാശ് ഇമ്മീഡിയറ്റ് ആയിട്ട് പിൻവലിക്കാൻ പറ്റുന്ന ഓപ്ഷൻസ് നമുക്ക് അവിടെ കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. ഇനി അതുപോലെ തന്നെ നമ്മുടെ ഇൻകത്തിനെ, വരവിനെ നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ സമയത്താണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റെൻ്റൽ ആയിട്ടുള്ള ഇൻകം, അതുപോലെ തന്നെ നമുക്ക് ഇൻട്രസ്റ്റ്, ബാങ്കിൽ FD ഉണ്ടെങ്കിൽ അതിൽ നിന്നുള്ള ഡിവിഡൻഡ്, ഇൻട്രസ്റ്റ് പോലെയുള്ള കാര്യങ്ങൾ, SWP പോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ പറഞ്ഞ കാര്യത്തിൽ ഡൈവേഴ്സിഫൈ എന്ന രീതിയിൽ നമ്മൾ കൊണ്ടുവരേണ്ടതാണ്. സോ നമ്മൾ ആദ്യം പറഞ്ഞു നമ്മുടെ പ്രൊട്ടക്ഷനാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായത്. രണ്ടാമത് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെൽത്തിൻ്റെ കാര്യമാണ്. ഹെൽത്ത് ആൻഡ് ഇൻഷുറൻസ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഹെൽത്ത് ആൻഡ് ഇൻഷുറൻസ്. ഈ ഹെൽത്ത് ആൻഡ് ഇൻഷുറൻസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് നിലവിൽ പല പ്ലാൻസും ഉണ്ടായേക്കാം, പക്ഷേ ഹെൽത്ത് ഇൻഷുറൻസ് ഈ സമയത്ത് ഉണ്ടോ എന്നുള്ളൊരു കാര്യം നോക്കുക. ഹെൽത്ത് ഇൻഷുറൻസ് ചിലപ്പോൾ നമ്മൾ ഈ പ്രായത്തിൽ എടുക്കാൻ പോയാൽ ഉറപ്പായിട്ടും ചിലപ്പോൾ നമുക്ക് പ്ലാൻ കിട്ടില്ല, അല്ലെങ്കിൽ വലിയ പ്രീമിയം നമ്മൾ കൊടുക്കേണ്ടി വന്നേക്കാം. അതുകൊണ്ട് പരമാവധി നേരത്തെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നിലവിൽ ഈ പ്രായം എത്തിപ്പോയ ആൾക്കാരാണെങ്കിലും പേടിക്കേണ്ട, ഇൻഷുറൻസ് എടുക്കുക. കുറച്ച് കൂടുതൽ പൈസ കൊടുത്താലും നല്ല ഇൻഷുറൻസ്, എല്ലാ കൺസ്യൂമബിൾസും കവേർഡായ ഇൻഷുറൻസ്, നമ്മൾ ഇൻഷുറൻസിനെ പറ്റിയിട്ട് കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ട്. ബെസ്റ്റ് പ്ലാൻ എങ്ങനെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് അത് നിങ്ങളൊന്ന് കാണുക. അതിനുശേഷം നിങ്ങൾക്ക് പറ്റിയ രീതിയിലുള്ള ഹെൽത്ത് ഇൻഷുറൻസ് നിങ്ങൾ എടുക്കുക. അത് നല്ലൊരു ഓപ്ഷനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇനി അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ അലോക്കേഷനാണ് അടുത്തൊരു കാര്യം. ഇൻവെസ്റ്റ്മെൻറ്റ് അലോക്കേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, പണ്ട് നിങ്ങൾ ചെയ്തത് ഇക്വിറ്റിയിലേക്കും ഷെയർ മാർക്കറ്റിലേക്കും ഒക്കെ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് സേഫ്റ്റി ഫസ്റ്റ്, അതായത് ഒരു കാരണവശാലും ഇക്വിറ്റി അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റിനെ കൂടുതൽ ആശ്രയിക്കാതെ കൂടുതൽ സേഫ്റ്റിയുള്ള ഹൈബ്രിഡ് ഫണ്ടുകൾ പോലെയുള്ള, മ്യൂച്വൽ ഫണ്ട് ആണെങ്കിൽ ഹൈബ്രിഡ് ഫണ്ടുകൾ പോലെ, ഡെപ്റ്റ് ഫണ്ടുകൾ പോലെ, ലിക്വിഡ് ഫണ്ടുകൾ പോലെയുള്ള ഫണ്ടുകളിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മാക്സിമം അലോക്കേഷൻ അതിലേക്ക് പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. റിസ്ക് മാക്സിമം ഒഴിവാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ നോക്കുക. ഈ പറയുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലോ റിസ്ക് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് സീനിയർ സിറ്റിസൺ SCSS എന്ന് പറയുന്ന ഒരു പ്ലാൻ ഉണ്ട്. സീനിയർ സിറ്റിസൺസ് സേവിങ് സ്കീം എന്ന് പറയും. അതിന് റിസ്ക് വളരെ കുറവാണ്. ടാക്സിൽ ഒരുപാട് തരത്തിലുള്ള ഗുണങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. പോസ്റ്റ് ഓഫീസിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അതുപോലെ തന്നെ RBIയുടെ ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ഒരുപാട് ബോണ്ടുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിനൊക്കെ നിങ്ങൾക്ക് ടാക്സ് സേവിങ്സിൻ്റെയും അതുപോലെ തന്നെ റിസ്ക് ഫ്രീ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ് ബാലൻസ് അലോക്കേഷൻ. നിങ്ങൾ നിങ്ങളുടെ പണത്തിനെ ഒരു ബാലൻസ്
ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു അലോക്കേഷനിലേക്ക് തന്നെ കൊണ്ടുപോവുക. ഈ ബാലൻസ് അലോക്കേഷൻ ചെയ്യുന്ന സമയത്ത് 70 മുതൽ ഒരു 80% വരെ നിങ്ങളുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് പോകേണ്ടത് എപ്പോഴും ഈ പറഞ്ഞ സേഫ്റ്റി ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലും മാക്സിമം 30% വരെ, അതായത് ഒരു 20 മുതൽ ഒരു 30% വരെ മാത്രമേ നിങ്ങൾക്ക് ഇക്വിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലും നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. ഇനി അടുത്തൊരു കാര്യം, നേരത്തെ പറഞ്ഞൊരു കാര്യം തന്നെയാണ്, ലിക്വിഡിറ്റി ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. നമ്മളിപ്പോൾ ചില ആൾക്കാർ ലാൻഡ് മേടിക്കാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. ഈ ലാൻഡ് മേടിക്കുന്നതൊക്കെ വളരെ റോങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നിങ്ങൾക്ക് പണത്തിന് ആവശ്യമുള്ള സമയത്ത് നിങ്ങൾക്കത് തിരിച്ചെടുക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല, എൻക്യാഷ് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. സോ നിങ്ങൾക്ക് എളുപ്പത്തിൽ ലിക്വിഡേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റിനെ പറ്റിയിട്ട് ശ്രദ്ധിക്കുക. ഒരു കാര്യമാണ് നമ്മൾ വിൽ ഓർ ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. അതായത് വിൽപത്രം ഉണ്ടാക്കുക എന്ന് പറയും. ഇല്ലെങ്കിൽ ഭാവിയിൽ വരാൻ സാധ്യതയുള്ള ഒരുപാട് ഡിസ്പ്യൂട്ട്സിനെ ഒഴിവാക്കാൻ നിങ്ങൾക്ക് ഇവിടെ കൃത്യമായിട്ട് പറ്റും. ബാങ്കിലൊക്കെ നിങ്ങൾക്ക്, ബാങ്കിലായാലും മ്യൂച്വൽ ഫണ്ടിലായാലും ഒക്കെ, നിങ്ങളുടെ ഷെയറിലായാലും ഒക്കെ നോമിനീനെ നിങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടാവും. ഇവിടെ നോമിനീനെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണെങ്കിൽ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ടാക്സ് പ്ലാനിങ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ടാക്സ് പ്ലാനിങ് ടാക്സ് പ്ലാനിങ് ചെയ്തില്ലെങ്കിൽ ഈ പ്രായത്തിൽ നമ്മൾ ഇതിൻ്റെ പുറകിൽ നടക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഇന്ത്യയിൽ സീനിയർ സിറ്റിസണായി നിൽക്കുന്ന ആൾക്കാർക്ക് ഒരുപാട് ടാക്സ് ബെനിഫിറ്റുകൾ ഉണ്ട്. അപ്പോൾ സീനിയർ സിറ്റിസന്റെ ടാക്സ് ബെനിഫിറ്റുകളെല്ലാം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്, നിങ്ങളത് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പാക്കുക. ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സീനിയർ സിറ്റിസൺ ആയിട്ടുള്ള സേവിങ് സ്കീംസ് നമുക്ക് നാട്ടിൽ അവൈലബിൾ ആണ്. ടാക്സ് ഫ്രീ ആയിട്ടുള്ള ബോണ്ടുകൾ അവൈലബിൾ ആണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ടാക്സിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ടാക്സേഷൻ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ ഓവറായിട്ടുള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മുടെ 15H, അതുപോലെ തന്നെ നമ്മുടെ 15G പോലെയുള്ള ഫോംസ് നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും അതിലേക്ക് കൊണ്ടുപോകുക. നിങ്ങൾക്ക് എലിജിബിൾ ആണെങ്കിൽ അത് നിങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ കാര്യങ്ങൾ പോകും. ഇനി അതുപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, നിങ്ങൾ റിട്ടയർമെൻറ്റ് 60 വയസ്സിനൊക്കെ ശേഷം അനാവശ്യമായിട്ടുള്ള ചെലവുകൾ ഒഴിവാക്കുക. അതായത് നമ്മുടെ എക്സ്പെൻസിനെ നമ്മൾ മാക്സിമം കുറക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അടുത്തൊരു കാര്യമാണ് കടം കൊടുക്കാതിരിക്കുക എന്നുള്ള കാര്യം. നിങ്ങൾ കടം കൊടുക്കേണ്ട പ്രായം കഴിഞ്ഞു, ഇനി നിങ്ങൾക്ക് കടം കൊടുക്കാനുള്ള ഒരു ടൈമല്ല. 2 തരത്തിലുള്ള ആൾക്കാർക്ക് മാത്രം കടം കൊടുക്കുക. കടം കൊടുത്ത ആൾക്കാർക്ക് നമ്മൾക്ക് ഇഷ്ടത്തോടു കൂടി കൊടുക്കുക, തിരിച്ച് വേണ്ട എന്ന രീതിയിൽ കൊടുക്കാൻ. നിങ്ങളുടെ മക്കളോ ചെറുമക്കളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ കൊടുക്കാം. അത് കടമല്ല, ഗിഫ്റ്റിംഗ് എന്ന രീതിയിൽ തന്നെ മനസ്സ് കണ്ടുകൊണ്ട് കൊടുക്കുക. രണ്ടാമത്തെ കാറ്റഗറി, കടം കൊടുത്ത ശേഷം തിരിച്ച് ചോദിക്കാൻ പാടില്ലാത്ത ആൾക്കാർ, അല്ലെങ്കിൽ തിരിച്ച് ചോദിക്കേണ്ടാത്ത ആൾക്കാർക്ക് മാത്രം കൊടുക്കുക. അതിനർത്ഥം എന്താ വെച്ചാൽ, കടം കൊടുത്ത വ്യക്തി തിരിച്ച് ചോദിക്കുന്നതിന് മുന്നേ തിരിച്ചു തരുമെന്ന് ഉറപ്പുള്ളവർക്ക് മാത്രം കൊടുക്കുക. ഈ ഉറപ്പ് പലപ്പോഴും ഒരു ഹൈപ്പോത്തിക്കൽ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളുടെ ഉറപ്പ് തന്നെ നടക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. പണം പരമാവധി കടം കൊടുക്കാതിരിക്കുക എന്ന് തന്നെയാണ് ഇതിനുള്ള മറുപടി എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് ഏറ്റവും വലിയ കാര്യം, മറ്റുള്ളവരിൽ നിന്ന് ഫിനാൻസ് പരമായി, സാമ്പത്തികമായിട്ട് പ്രത്യേകിച്ചൊന്നും പ്രതീക്ഷിക്കാതിരിക്കുക. അനാവശ്യമായ ചെലവുകൾ ഞാൻ നേരത്തെ പറഞ്ഞു, പ്രത്യേകിച്ച് റിട്ടയർമെൻറ്റ് ചെയ്തപ്പോൾ കിട്ടുന്ന കാശുകളൊക്കെ വീടിനൊക്കെ യൂട്ടിലൈസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, അതൊക്കെ ഒഴിവാക്കാൻ നോക്കുക. റിട്ടയർമെൻറ്റിന് ശേഷം അല്ല വണ്ടി മേടിക്കേണ്ട കാര്യങ്ങൾ പ്ലാൻ ചെയ്യേണ്ടത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് കൃത്യമായിട്ട് മുന്നോട്ട് പോയാൽ 60 വയസ്സിന് ശേഷം സാമ്പത്തികം വലിയൊരു പ്രശ്നമായി മാറില്ല നിങ്ങൾക്ക് ആർക്കായാലും. മറിച്ച് നല്ല രീതിയിൽ മനസമാധാനത്തോടു കൂടി ജീവിക്കേണ്ട ആ ഒരു കാലഘട്ടം കൃത്യമായിട്ട് നല്ല രീതിയിലുള്ള റിട്ടയർമെൻറ്റ് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കും. കൃത്യമായി പ്ലാൻ ചെയ്യുക, നല്ല രീതിയിൽ ജീവിക്കുക. താങ്ക്